30 അടി പൊക്കമുള്ള 2 അന്നങ്ങളും 30 അടി പൊക്കമുള്ള ഭീമനും യക്ഷിയും അതിൻ്റെയൊക്കെ കോലങ്ങളും ഇതെല്ലാം തന്നെ ഇതിൻ്റെയൊക്കെ ചട്ടങ്ങൾ വലിയ തടിയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതെല്ലാം അമ്പലത്തിന്റെ ഒരു മുറിയിൽ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട്. അതെല്ലാം പുറത്തേക്ക് എടുത്ത് അമ്പലത്തിന്റെ ആൽമരത്തിന്റെ മുന്നിൽ കൊണ്ടുവയ്ക്കും. അതിനുശേഷം ഈ ചട്ടങ്ങളെല്ലാം അതിന്റെ കറക്റ്റായിട്ട് യോജിപ്പിച്ച് എല്ലാത്തിൻ്റെയും ഒരു ചട്ടക്കൂടുകൾ ഉണ്ടാക്കുന്നു. പിറ്റേ ദിവസം മുതലാണ് ഇതിനുള്ള അസ്ഥികൂടങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇവരുടെ ജോലി എന്ന് പറഞ്ഞാൽ. ഈ വലിയ അന്നങ്ങള് അതിനൊക്കെ ഉണ്ടാക്കുന്നത് ഈ കവുങ്ങിന്റെ വാരി കൊണ്ടാണ്. ചെറിയ അന്നങ്ങൾക്ക് ഈറയും കൊണ്ടാണ് അസ്ഥികൾ ഉണ്ടാക്കുന്നത്. പിന്നീട് ഉള്ള ദിവസങ്ങളിൽ ഇതിന്റെ ശരീരം നിർമ്മിച്ചു തുടങ്ങും. നമ്മൾ നേരത്തെ പറഞ്ഞ വാഴക്കച്ചി കൊണ്ടാണ് ഇതിന്റെ ശരീരം ഉണ്ടാക്കുന്നത്. അവസാന ദിവസമായിട്ടുള്ള പൂരം നാളില് താമര ഇല കൊണ്ട് തൊലിയും ചെത്തിപ്പൂവും വാഴപ്പോളും ഇതും കൊണ്ട് തൂവലും ഉണ്ടാക്കും. അങ്ങനെയാണ് ഇതിന്റെ പണി ശരിക്കും പൂർത്തിയാകുന്നത്. ഇതിന് ഒരുപാട് ചടങ്ങുകളുണ്ട്. ഈ